തുമ്പോളി സെന്റ് തോമസ് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഇരുചക്ര വാഹനയാത്രികർക്ക് ഗതാഗത ബോധവൽക്കരണം നടത്തി. നമ്മളെ സ്മാർട്ടായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ എക്സ്പീസ് ചെയ്യണം. നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ്. നിങ്ങൾ അതിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക് കേട്ടാ. ഹെൽമെറ്റിന്റെ ഉപയോഗം എന്താണെന്നും ഹെൽമെറ്റ് വയ്ക്കേണ്ട രീതി എന്താണെന്നും ISA മാർക്കുള്ള ഹെൽമെറ്റ് വയ്ക്കണമെന്നും എല്ലാം. പിന്നെ 3 പേര് വണ്ടി ഓടിക്കാമോ? 3 പേർക്ക് ഓടിക്കാമോ വണ്ടി? ഇല്ല. 3 പേര് കൂടെ ആക്സിഡന്റ് ആയി എന്ത് പറ്റും? 3 പേർക്ക് പരിക്ക് പറ്റും. 2 പേരേ ഉള്ള ബൈക്കിൽ പോകാൻ കേട്ടാ. അവര് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. മനസ്സിലായോ? മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന അപകടമാണ്. മനസ്സിലായോ? മൊബൈൽ ഫോണിലൂടെ നമുക്ക് കിട്ടുന്ന വാർത്ത എന്തായാലും അതിനനുസരിച്ചായിരിക്കും നമ്മൾ പെരുമാറുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. മൊബൈൽ ഫോണിന്റെ ഫൈൻ അറിയാവോ? അറിയാൻ മേല. 2000 രൂപ. അത് ഫൈൻ മാത്രമല്ല, പോലീസ് അധികാരികൾക്കോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കോ നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. പോലീസ് എന്ത് ചെയ്യും? RTOയ്ക്ക് എതിരെ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്ത് ചെയ്യും? നമ്മുടെ ലൈസൻസ് കട്ട് ചെയ്യും. ലൈസൻസ് കട്ട് ചെയ്യാൻ ഓടിക്കാൻ പറ്റുമോ? ലൈസൻസിൽ ആ വാഹനം ഓടിച്ച് എന്ത് പറ്റും? ഒരു വാഹനം ഇടിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോവും. RC ഓണറും ഉൾപ്പെടെ ആരാണോ വാഹനം ഓടിക്കുന്ന അയാളും RC ഓണറും ജയിലിൽ പോവും. വർഷങ്ങളോളം ജയിലിൽ കിടക്കണം. ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. അപ്പൊ അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഇച്ചിരി ആക്റ്റീവാണ്. നിങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കണേ. ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യം നിങ്ങൾ തടഞ്ഞിറത്തി പറഞ്ഞു കേട്ടാ. ഇനി നമ്മള് ഡെമോ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഇരുചക്ര വാഹനത്തില് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തലയൊക്കെ പൊട്ടി മരിക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഈ ബെൽറ്റ് ടൈറ്റ് ആക്കി ആക്സിഡന്റ് ആകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചാലും ചിലപ്പോൾ ഇത് ഊരി പോകാനുള്ള സാധ്യതയുണ്ട്. ചിൻ സ്ട്രാപ്പ് അത് ടൈറ്റ് ആക്കി ഇടണം. ISA മാർക്കുള്ള ഹെൽമെറ്റ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇനി മേലെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി പുറകിലുള്ള വണ്ടി ഏതാണെന്ന് അറിയണം. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യരുത്. മഴക്കാല റെയിനി സീസണിൽ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കണം. ആക്സിഡന്റ്